ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ ക്രിട്ടിക്കൽ ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്ക ചതിച്ചു ആശാനെ. കാരണം മെനങ്ങാന്ന് ഞാൻ വീഡിയോ ചെയ്തതിനു ശേഷം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതിനു ശേഷമാണ് യവൻ കൊണ്ട് ബങ്കർ ബസ്റ്റർ ബോംബ് അവിടെ ഇട്ടത്. എന്നിട്ട് എല്ലാവരും പറഞ്ഞു ഇന്നലെ മാർക്കറ്റ് അടിച്ചിറങ്ങും, നമ്മൾ 500 പോയിന്റ് ബ്ലാക്ക് മൺഡേ, കറുത്ത മൺഡേ എന്നൊക്കെ പറഞ്ഞ് ഒരു കറുപ്പും വന്ന് മറ്റേ കിളിക്കത്തില് ജ്യോതി പറഞ്ഞ പോലെ ഒരു രേവതി പറയും പോലെ തീയും വന്നില്ല, ഒരു ജ്യോതിയും വന്നില്ല, അവസാനം ഒടുക്ക ഒരു ആന. ആ അവസ്ഥയാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഉണ്ടായിരുന്നത്. ഒരു സാധനവും വന്നുമില്ല, ഒരു കുന്തവും വന്നുമില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു? തിരിച്ച് റിവേഴ്സ് ചെയ്ത് കയറി ഹൈയും കട്ട് ചെയ്ത് വെറും 153 പോയിന്റ് ഡൗണിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യിക്കുന്നത് 219 പോയിന്റ് മൈനസ് ക്ലോസ് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഫ്യൂച്ചർ നോക്കി കഴിഞ്ഞാൽ 112 പോയിന്റ് ഉള്ളൂ. സ്പോട്ട് ആണെങ്കിൽ 153 പോയിന്റ് ഉണ്ട്. ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ 119 പോയിന്റ് ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി സ്പോട്ട് ആണെങ്കിൽ 219 പോയിന്റ് ആണെങ്കിൽ ഫ്യൂച്ചർ ആണെങ്കിൽ 193 പോയിന്റ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ചോദ്യം ഒന്നില്ല, തീയും ഒന്നില്ല, ഒരു കുന്തവും നടന്നില്ല. മാർക്കറ്റ് അങ്ങ് തിരിച്ചു കയറി റിവേഴ്സ് ആയി പോവുകയാണ് ചെയ്തത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ സ്ട്രക്ചർ പ്രകാരം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയും ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ് മാർക്കറ്റ് പ്രൊഫൈലിലെ സെറ്റപ്പ് പ്രകാരം. കാരണം ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയി ആശം താഴേക്ക് ഇറങ്ങി ബി പീരീഡ് ആയപ്പോൾ റിവേഴ്സ് ചെയ്ത് ഹൈയും കട്ട് ചെയ്ത് പോയി. ഇത് ജെ പീരീഡിലാണ്. സെയിം അതേപോലെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന്. അതേപോലെ തന്നെ ഹൈയും കട്ട് ചെയ്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്താണ് മുകളിലോട്ട് പോയി തിരിച്ചു വന്ന് ഇൻസൈഡ് ഐ ബി തന്നെ ക്ലോസ് ചെയ്തു. ചുരുക്കി പറയാൻ രണ്ടും ഇൻസൈഡ് ഐ ബി തന്നെയാണ് മാർക്കറ്റ്. നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ഇറ്റ് ഈസ് എ നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് ഇത്. കാരണം നോർമൽ വേരിയേഷൻ വന്നു, പക്ഷെ ആ വേരിയേഷൻ ടാർഗറ്റ് കിട്ടിയിട്ടില്ല. സോ ഇറ്റ്സ് നോർമൽ വേരിയേഷൻ ഡേ. അപ്പം നോർമൽ വേരിയേഷൻ ഡേ ആണ്. ബാങ്ക് നിഫ്റ്റിക്ക് നോർമൽ വേരിയേഷൻ ഡേ ആണ്. ഇന്ന് ഓപ്പണിംഗ് ടൈപ്പ് പ്രകാരം ORR ആണ് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ടൈപ്പ്. ബാങ്ക് നിഫ്റ്റിക്ക് സെയിം അതേപോലെയാണ് ORR ആണ്. ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ് ഇന്ന് സംഭവിച്ചിട്ടുള്ള മാർക്കറ്റ് പ്രൊഫൈൽ തിയറി. സോ ഞാൻ ഇപ്പോൾ നിങ്ങളൊരു കാര്യം നിങ്ങളെ മനസ്സിൽ ഓർത്തേക്കുക. മാർക്കറ്റ് അടിച്ചു താഴേക്ക് പോകണമെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,600 താഴെയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,000 54,000 താഴെയും ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ ഒരു ഹെവി സെല്ലിങ്ങിന്റെ ഒരു ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അത് ചെയ്യാതെ കുറെ ചാൻസ് നിങ്ങൾ പ്രതീക്ഷ കൊണ്ടിരുന്ന ഒരു കാര്യവും നടക്കൂല. അതുകൊണ്ട് ചാടി കയറി പുട്ടെടുക്കുക. അല്ല, ഇന്ന് ഞാൻ കാലത്ത് എന്റെ റൂമിൽപ്പെട്ട നമ്മളെ മെന്റർഷിപ്പിന്റെ പുതിയ ആൾക്കാരുള്ളത് പിന്നെ റൂമിൽ ഉൾപ്പെടുന്ന എല്ലായിടത്തും ഞാൻ പറഞ്ഞു, ചാടി കയറി കാലത്തെ പുട്ടെടുക്കല്ലേ, ചുമ്മാ ഇരിക്കാൻ അവിടുത്തെ വ്യക്തമായി പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല. പിന്നെ ഈ മൂവ് ചെയ്യാത്ത മാർക്കറ്റിൽ എന്തിന് പുട്ട് വാങ്ങിച്ച് വെറുതെ പൈസ കൊണ്ട് കളയണത്? സോ അതുകൊണ്ട് വ്യക്തമായി നമ്മൾ ചെയ്തു. ഇന്ന് കോളിന്റെ ഒരു ട്രേഡ് ആയിരുന്നു ചെയ്ത്. എനിക്കൊരു കോൾ ട്രേഡ് കിട്ടിയായിരുന്നു നിഫ്റ്റിയിൽ 24,800 ജൂലൈ മന്തിന്റെ കോൾ എടുത്തു. ചെറിയ പോയിന്റ് ട്രേഡിലേക്ക് വരാൻ വേണ്ടിയുള്ള ചെറിയൊരു 10-20 പോയിന്റ് 18-20 പോയിന്റ് എടുത്ത് നിൽക്കുക. വേറെ ഒരു ട്രേഡും ചെയ്തില്ല, ചുമ്മാ ഇരിക്കുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ മാർക്കറ്റ് ഒരു റേഞ്ച് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച്. സോ ഇന്നത്തെ POC 24,966 നിഫ്റ്റിയുടെ POC വരുന്നത്. അപ്പൊ ഞാൻ ആ POC ഒന്ന് മാറ്റി വയ്ക്കുക. നിഫ്റ്റിയുടെ POC വരുന്നത് 24,966 POC വരുന്നത്. അപ്പൊ നമുക്ക് ആ ലെവൽ എന്താണ്, ആ POC വരുന്ന ആ POCയുടെ ലെവൽസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിഫ്റ്റി നമുക്ക് ബാക്കിയുള്ള മാർക്കറ്റ് പ്രൊഫൈലിലെ വ്യൂയിലേക്ക് കിട്ടുകയാണ്. അപ്പൊ നിഫ്റ്റി സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്നത്തെ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. നോർമൽ വേരിയേഷൻ ഡേ ആണ്. ബിയിലാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തത്. അതുകൊണ്ട് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ്. POC വന്നത് 24,967 ഭാഗത്താണ്. POC നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തൊക്കെയാണ്. സോ ഞാൻ ആദ്യം POCയുടെ മാർക്കറ്റ് മാറ്റണേ. 24,967 നമ്മുടെ POC. ഞാൻ ആ POC ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് അത് ഇനി ബുള്ളിഷ് ഷഫർ. ഇപ്പോഴും ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് ഷഫർ എന്ന് പറഞ്ഞാൽ ഈ POC, അതായത് ഇന്നത്തെ കഴിഞ്ഞ ഫ്രൈഡേയുടെ POC ആയ 25,040 മുകളിൽ മാത്രമേ ഞാൻ ഇനി ഫ്രഷ് ബൈ എടുക്കൂ. അത്രയാണ് 25,040 മുകളിൽ മാത്രമേ ഞാൻ ഇനി ഒരു ഫ്രഷ് ബൈ നിഫ്റ്റിയുടെ സ്പോട്ടിൽ ഞാൻ എടുക്കുന്നുള്ളൂ. സോ 25,040 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്തു. 25,040 ആണ് ബുള്ളിഷ് റെഫറൻസ്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇനി എന്താണ്, 25,040 മുകളിൽ മാർക്കറ്റ് നിൽക്കാൻ ഇവിടെ പോകും. ആദ്യം ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,130, 25,125, 25,125 ആണ് എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ്. 25,125 ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്ത വരുന്ന ലെവൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗറായ 25,200, 25,200 ആണ് അടുത്ത വരുന്ന സെക്കൻഡറി ലെവൽ. 25,200 ആയിരിക്കും ഈ സെക്കൻഡറി ലെവൽ വരുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ. നമുക്ക് മുകളിലേക്ക് അപ്പർ സൈഡ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ട ഏറ്റവും വലിയ കാര്യം 25,140 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 25,125,
അതിന് മുകളിൽ എവിടെ പോവാം? 25,200 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മളെ ബെയറിഷ് റെഫറൻസ് വ്യൂ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 24,870 താഴെയാണ് നിഫ്റ്റിയിൽ ബെയറിഷ് റെഫറൻസ്. 24,870 താഴെ സ്പോട്ടിൽ ഇനി ഞാൻ ഒരു ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, അതായത് ഇമ്മീഡിയറ്റ് ചെറിയൊരു ബെയറിഷ് വ്യൂ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഓവറാൾ ബെയറിഷ് വ്യൂ അല്ല, ഒരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവ് വരുന്ന ഒരു ബെയറിഷ് വ്യൂ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നിഫ്റ്റിയുടെ സ്പോട്ടിൽ. 24,870 താഴെ ഒരു സെല്ലിംഗ് വരാം. ആ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,808 ഭാഗത്ത് വരാം. 24,808 ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് ടാർഗറ്റ്. അതിന് താഴെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത വരുന്ന എത്രയാണ്? അടുത്ത വരുന്ന ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,742, 24,742 എന്ന് പറയും. 24,742 ഭാഗത്ത് വരാം. 24,742 ഭാഗത്തേക്ക് 24,742 ഭാഗത്തേക്ക് വരാനും അടുത്ത അത് പൊട്ടുകയാണെങ്കിൽ അതിന് താഴെ വരണമെങ്കിൽ 24,686 24,686 ഭാഗത്തേക്കും വരാം. 24,686 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ അമേരിക്ക ഇടപെടും എന്ന് പറഞ്ഞ ആ ദിവസത്തെ ഒരു ബോംബ് എന്താണ് ആ ഒരു ലെവലിന്റെ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 24,870 പൊട്ടുകയാണെങ്കിൽ 24,808, 24,742, 24,686 ഭാഗത്തേക്കും വരാം. അല്ല 25,040 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,125, 25,200 എന്ന് പറഞ്ഞ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റി സ്പോട്ടിന് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ എന്തെങ്കിലുമൊക്കെ തരുമോ എന്നൊക്കെ പ്രതീക്ഷയൊക്കെ ഞാൻ നിൽക്കുന്നുണ്ട്. ഒന്നും കിട്ടുന്നില്ല. ഇവിടെ ഒന്നും കിട്ടില്ല എന്ന് പറയുന്ന പോലെയാണ് ഞാൻ നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയും പ്യൂർലി പറയുന്നത് നോർമൽ വേരിയേഷൻ നോർമൽ വേരിയേഷൻ്റെ അപ്പാണ്. POC വന്നിരിക്കുന്നത് 55,946 ഭാഗത്താണ് POC. 55,946 ഭാഗത്താണ് POC നിൽക്കുന്നത്. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് വീണ്ടും ഞാൻ പറയുന്നുണ്ട് 56,257 മുകളിൽ അല്ലെങ്കിൽ 56,200 ഒരു 56,145 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുള്ളൂ. ഒരു ക്യാൻഡിൽ നല്ലവൃത്തി ക്ലോസ് ചെയ്തിട്ട് ബൈ വരണം. 56,150 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതിന് മുകളിൽ ബൈ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 56,302, 56,302 ഭാഗത്ത് 56,302 ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് ടാർഗറ്റ് അത് വരാം. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എവിടെ വരാം? അടുത്ത വരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ POC അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്ന ഇതാണ് 56,302 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് 56,000 കൃത്യമായി പറയുകയാണെങ്കിൽ 56,577 കേട്ടല്ലോ. 56,577 ഭാഗത്തേക്കും പോവാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി വെച്ച് 56,302 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഒരു 270 പോയിന്റ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് അപ്പർ സൈഡിലേക്ക് വരുന്നുണ്ട്. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്ത് ഇന്നത്തെ BP അതായത് 55,760 താഴെ ബാങ്ക് നിഫ്റ്റി ഞാൻ സെല്ലെടുക്കും. 55,760 താഴെ ഞാൻ സെല്ല് ബാങ്ക് നിഫ്റ്റിക്ക് വീണ്ടും ഞാൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 55,600 ഭാഗത്ത് 55,600 ഭാഗത്തേക്ക് വരാനും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അത് എവിടെ വരാനും അടുത്ത വരുന്ന സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,000 അടുത്ത വരുന്ന 55,600 അതിന് താഴെ 55,447 55,447 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. അത് പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് എവിടം വരെ പോവാം? അത് പൊട്ടുകയാണെങ്കിൽ ഒരു സെവിയർ സെല്ലിംഗ് താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മിക്കവാറും ഒക്കെ എന്റെ കണക്കൂട്ടിൽ വെച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 56,000 ഭാഗത്തും നിഫ്റ്റി 25,100 ഭാഗത്തേക്കായിരിക്കും ബാങ്ക് നിഫ്റ്റിയൊക്കെ എക്സ്പയർ ചെയ്യാനുള്ള ചാൻസ് മന്ത്ലി കാണുന്നത്. കാരണം അത്രയ്ക്ക് വലിയ വോളിയം ഒന്നും മാർക്കറ്റില്ല. ആദ്യത്തെ പീരീഡിൽ വോളിയം വന്ന് പ്രീമിയത്തിനൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് പ്രീമിയം ഈറ്റിംഗ് ഗെയിമാണ് ഇപ്പം മാർക്കറ്റ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീക്കിന്റെ പോർഷൻസോ നെക്സ്റ്റ് വീക്കിന്റെ പോർഷനോ ഒക്കെ എടുത്ത് പണി വാങ്ങിച്ച് പിടിക്കാതെ മന്ത്ലി അല്ല ജൂലൈ വല്ല പോർഷൻ എടുത്ത് ഇൻട്രാഡേ ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. സോ ഞാൻ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഈ വോളിയത്തോടുകൂടി മാർക്കറ്റ് വീഴുന്നു സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ വലിയൊരു മൂവ്മെന്റ് വരുള്ളൂ. ഇല്ല എങ്കിൽ വോളിയം ഫീൽഡ് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഇന്നും കുറെ ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് ഇഷ്ടംപോലെ പോർട്ടിലൊക്കെ ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. സോ ദയവ് ചെയ്ത് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ഈ പറഞ്ഞ നിഫ്റ്റി 24,680 ബാങ്ക് നിഫ്റ്റി 55,000 ലെവലും പൊട്ടാതെ നിങ്ങൾ ഒരു വലിയൊരു ബെയറിഷ് മൂവിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യം കാണുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
മറക്കാതിരിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.